तुम आतंकवादी हो बेटा, तुम अभी भी नए नए सीख रहे हो, तुम अभी नए नए आतंकवादी बने हो। तुम मत करो ये आरआर वाले, मैं जानता हूं, मैं इनके साथ रह चुका हूं, मैं इनके साथ शूट कर चुका हूं, मैं इनके साथ बैठ के समय बिता चुका हूं। ठीक है, मैंने कभी आरआर में सर्व नहीं करा, लेकिन मैं इनको बहुत अच्छी तरीके से जानता हूं। ये तुम्हारे पीछे पड़ जाएंगे, तुम्हारी पीठों में से ना खुरच खुरच के खाल उतार देंगे ये लोग, क्योंकि इनका काम यही है, बस शिकार पे निकलना और शिकार वापस लाना। ये आपने बात करी है ना, नेवर स्पोकन अबाउट दीज गाइस, बट राष्ट्रीय राइफल है ना, आई लव देम। एंड जो बंदे हैं यहाँ पे, अगर मेरी बात उन तक पहुँचेगी आवाज़ तक, तो आई वॉन्ट टू टेल देम कि राष्ट्रीय राइफल में जितने लोग हैं, है ना, गजब का काम कर रहे हैं ना। शेर की तरह छाती चौड़ी करके आता है, कहीं खड़े होते हैं ना, आप लोगों को देख के कॉन्फिडेंस आता है। नाम सुनते हो उसमें भी स्वैग आता है, राष्ट्रीय राइफल्स, नाम ही आगे राष्ट्रीय है, और राष्ट्र के साथ में राइफल भी है, तो गजब, सोचो वजन कितना है। एंड जितने बच्चे ऐसे हैं जिनके पेरेंट्स राष्ट्रीय राइफल में, फादर काम करते हैं, बड़ा भाई है आपका फौज के अंदर, यू मस्ट वॉक विद ना चेस्ट अप। छाती में कोई पूछे ठोक बजा के बताना चाहिए कि मेरे फादर सो एंड सो, है ना, राइफलमैन सो एंड सो, हवलदार सो एंड सो, नायब सूबेदार सो एंड सो, कैप्टन, मेजर राष्ट्रीय राइफल में काम कर रहे हैं। यहाँ काम करना आसान नहीं है, ठीक है, खतरा हमेशा है। जम्मू ऑनवर्ड से लेके हर जगह खतरा है, चारों तरफ खतरा है। ऐसे माहौल में वो काम करते हैं, तो उनके परिवार वालों को छाती ऊपर करके चलना चाहिए कि बहुत मुश्किल इलाके में, सख्त इलाके में हमारे घर के लोग काम कर रहे हैं। 3 वैकेंसी आई है राष्ट्रीय राइफल की, तो मैंने एंड्रू साहब को फोन करा, तो सर मैं किसको भेजूं आरआर में? मुझसे कहना, अच्छा सुनो, जो स्पोर्ट्स में अच्छा है ना उसको मत भेजना, जिसका डिसिप्लिन अच्छा है उसको मत भेजना, जो ड्रिल वाला है उसको मत भेजना, जो एनएसजी से आया है उसको मत भेजना, इसको नहीं भेजना, इसको नहीं भेजना। मैंने बोला सर फिर भेजना किसको है? कह रहा जिनका डिसिप्लिन खराब है ना, जिनको रेडिंग ब्लैकिंग वाले जो खतरनाक बने हैं, कि उनको भेजो राष्ट्रीय राइफल्स में। അതായത് കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷനുകൾ നടത്തുന്നവരും അതുപോലെ ഇന്ത്യൻ ആർമിയിലെ മോസ്റ്റ് ഡെഡ്ലിസ്റ്റ് സെക്യൂരിറ്റി ഫോഴ്സുമായ രാഷ്ട്രീയ റൈഫിൾസിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. RR എന്ന ചുരുക്കപ്പേരിലും ഇതറിയപ്പെടുന്നു. രാഷ്ട്രീയ റൈഫിൾസ് 1990 ഇന്ത്യയുടെ 7ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന VP സിംഗിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ്. RRലേക്ക് ഇന്ത്യൻ ആർമിയിലെ വ്യത്യസ്ത സർവീസുകളിൽ നിന്ന് ഓഫീസേഴ്സിനെയും JCOസിനെയും ജവാന്മാരെയും ഡെപ്യൂട്ടേഷനിലാണ് നിയമിക്കുന്നത്. 2 മുതൽ 3 വർഷം വരെയുള്ള പീരീഡിലേക്കായിരിക്കും ഈ ഡെപ്യൂട്ടേഷൻ. ഒരു RR യൂണിറ്റിൽ ഇൻഫൻട്രി ബറ്റാലിയനുകളിൽ നിന്ന് 50% സൈനികരും, ആർമി സപ്ലൈ കോർ, കോർ ഓഫ് സിഗ്നൽസ്, കോർ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ സർവീസുകളിൽ നിന്ന് 10% പേരും, മറ്റ് സർവീസുകളിൽ നിന്നുള്ള 40% യോദ്ധാക്കളുമാണ് ഉണ്ടാവുക. RR റെജിമെൻറ്റിൽ സൈന്യത്തിലെ പല സർവീസുകളിൽ നിന്നു വന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സൈനികരായതിനാൽ എല്ലാവരും തന്നെ വ്യത്യസ്ത ടാസ്കുകളിൽ പ്രാവീണ്യം നേടിയവരായിരിക്കും. ഡെപ്യൂട്ടേഷനിൽ RRൽ സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിയുക്ത സൈനികരെല്ലാം തന്നെ പ്രീ ഇൻഡക്ഷൻ ട്രെയിനിങ് ക്രോപ്സ് ബാറ്റിൽ സ്കൂളുകളിൽ നിന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. പല സർവീസുകളിൽ നിന്ന് വരുന്നവർ ഒരുമിച്ച് പ്രവർത്തിച്ച് വിജയം വരിക്കാനാണ് ഈ ട്രെയിനിങ് നൽകി വരുന്നത്. ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ, സ്മാൾ യൂണിറ്റ് ടാക്ടീസ്, അർബൻ വാർഫെയർ, റൂം ഓപ്പണിംഗ് ഓർ ക്ലിയറിംഗ് ഡ്രിൽസ് തുടങ്ങിയ സ്പെഷ്യൽ ട്രെയിനിങ്ങുകളാണ് ഈ സൈനികർക്ക് നൽകുന്നത്. രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റുകൾ 4 കൗണ്ടർ ഇൻസർജൻസി ഫോഴ്സ് ഹെഡ്ക്വാർട്ടറുകളുടെ കീഴിലായിരുന്നു 2003-2004 വരെ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴിത് 5 ആയിട്ടുണ്ട്. റോമിയോ ഫോഴ്സ്, ഡെൽറ്റ ഫോഴ്സ്, വിക്ടർ ഫോഴ്സ്, കിലോ ഫോഴ്സ് ആൻഡ് യൂണിഫോം ഫോഴ്സ് എന്നിവയാണ് ഈ 5 ഫോഴ്സുകൾ. ഈ ഫോഴ്സുകളെല്ലാം തന്നെ ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡിപ്ലേ ചെയ്യപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ റൈഫിൾസിൽ 65 ബറ്റാലിയനുകളാണുള്ളത്. RRൻ്റെ മോട്ടോ ദൃഢത ഔർ വീരത എന്നതാണ്. രാഷ്ട്രീയ റൈഫിൾസിലേക്ക് നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകളില്ല. രാഷ്ട്രീയ റൈഫിൾസിൽ സേവനമനുഷ്ഠിക്കണമെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഏതെങ്കിലും റെജിമെൻറ്റിലെ സൈനികനായി സർവീസിൽ പ്രവേശിക്കേണ്ടത് അത്യാവശ്യമാണ്. RRൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് മദർ യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന സാലറിയേക്കാൾ അധികം ലഭിക്കും.
RRലെ സൈനികർ സാധാരണയായി പ്രൈമറി വെപ്പണായി ഉപയോഗിക്കുന്നത് AK-47 ആണ്. ഇതുകൂടാതെ അഡ്വാൻസ്ഡ് ഓപ്പറേഷനുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കിറ്റുകളും RR സൈനികർക്ക് നൽകപ്പെടുന്നു. അശോക ചക്രത്തോടൊപ്പം 2 ക്രോസ്ഡ് AK-47 റൈഫിളാണ് RRന്റെ സിമ്പൽ. രാഷ്ട്രീയ റൈഫിൾസിനെ ആർമിയിലെ ഡെഡ്ലിസ്റ്റ് യൂണിറ്റ് ആയാണ് കണക്കാക്കുന്നത്. ഭീകരവാദികളെയും തീവ്രവാദികളെയും എതിരിടുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രീയ റൈഫിൾസ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ലക്ഷ്യം മാത്രം പേറി 3 പതിറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തുമായാണ് രാഷ്ട്രീയ റൈഫിൾസ് സേവനമനുഷ്ഠിച്ചു വരുന്നത്. 22,000-ഓളം തീവ്രവാദികളെ രാഷ്ട്രീയ റൈഫിൾസ് ഇതുവരെ വകവരുത്തിയിട്ടുണ്ട്. മിലിറ്റൻസിനെ വേട്ടയാടുന്നതിനായി പല പ്രത്യേക അധികാരങ്ങളും രാഷ്ട്രീയ റൈഫിൾസിന് അനുവദിച്ച് നൽകിയിട്ടുമുണ്ട്. ഏതു പരിസ്ഥിതിയിലും വിവരങ്ങൾ ചോർത്താൻ തക്ക മികച്ചതാണ് രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക്. RR സൈനികരുടെ ധീരതയ്ക്ക് 6 അശോക ചക്ര, 34 കീർത്തി ചക്ര, 221 ശൗര്യ ചക്ര, 1510 സേനാ മെഡൽസ് എന്നിവയും സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. കഠിന പരിശീലനവും ക്ഷമയുടെയും സഹനത്തിൻ്റെയും കൂടെ ധീരതയും ദേശസ്നേഹവും ചേരുമ്പോൾ രാജ്യദ്രോഹികൾ സൈനികരെയും മാതൃസേവകരെയും ഭയപ്പെടും.